നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങളോട് തന്നെ ഒരു സാലറി പാക്കേജ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപയായിരിക്കും പറയാ? ഒരു കമ്പനി ഒരിക്കലും നമ്മുടെ അടുത്ത് ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കില്ല എന്ന് 100% ഉറപ്പാണ്. അഥവാ കമ്പനി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന ഒരു ആൻസറിന്റെ 1/3 ചിലപ്പോൾ അവർ നമുക്ക് ഓഫർ ചെയ്യുള്ളൂ. എന്നാൽ ആ തരുന്ന ശമ്പളത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പട്ടിപ്പണി എടുക്കേണ്ടി വരും. ഒരിക്കലും എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ അവനേക്കാളും കൂടുതൽ ശമ്പളം അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന പയ്യനുണ്ട് എന്ന്. ക്ലീനിങ് എന്ന് പറയുന്ന ജോലിനെ ഞാൻ കമ്പയർ ചെയ്യല്ല കേട്ടോ. എന്നാലും നിങ്ങളാണ് ആ ഒരു സ്ഥാനത്ത് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു മൈൻഡിൽ വരുന്ന കാര്യം? AI വന്നതോടുകൂടെ പലരുടെയും പ്രൊഫഷണലിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകളുടെ ജോലി പോയ പോലെ തന്നെയാ. എന്നാലും ഫ്യൂച്ചറിൽ ഇനി നമ്മൾക്ക് ജോലി ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. പ്രത്യേകിച്ച് ഈ ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് AI ഹെൽപ്പിംഗ് ആണെങ്കിൽ പോലും ഫ്യൂച്ചറിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നാളെ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ വരെ അവർക്ക് ഈസി ആയിട്ട് പറ്റിയേക്കാം. ഗവൺമെന്റ് ജോലിക്കാരെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുന്ന പലർക്കും തോന്നാം ഇവൻ എന്ത് തേങ്ങയാണ് ഈ പറയണം, മനുഷ്യന്മാരുള്ളിടത്തോളം കാലം AI ഒക്കെ സെക്കൻഡറി ആണെന്നുള്ള കാര്യം തന്നെയായിരിക്കും എല്ലാവരും പറയുന്നത്. സമ്മതിച്ചു. പക്ഷേ നമുക്കൊരിക്കലും അവിടെ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഇതെന്റെ തോട്ട് മാത്രമായിരിക്കാം, വെറുതെ ഞാൻ ആലോചിച്ച് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് വരുന്നത് എന്നും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ.